അമ്മയുടെ മുഖത്തൊക്കെ ഒരു ചെറിയ ചമ്മലും ചിരിയൊക്കെ അപ്പോ ഇന്നത്തെ കാലത്ത് അത് പറയുന്നത് തഗ് വേറെ. പക്ഷേ എന്നാൽ പോലും നമ്മളതൊക്കെ എല്ലാവരും പറഞ്ഞ പോലെ അവിടെ അവിടെ ഇരിക്കുന്ന ഭീകരന്മാർ കുറെ പേര് ഇരിക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ പലരും, രാഷ്ട്രീയക്കാരായിക്കോട്ടെ മന്ത്രിമാരും ഉൾപ്പെടെ എല്ലാവരും ചിരിച്ചു. അപ്പൊ ഞാൻ ആലോചിച്ചു, ചുറ്റും ഈ സമൂഹം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് മൊത്തം. അപ്പൊ പിന്നെ നമ്മൾ അതിന്റെ കൂടെ ഒന്ന് ചിരിക്കുക വേറെ വഴി. അപ്പോ എന്നാൽ പോലും അത് ഇങ്ങനെ ഒരു വെൽക്കമിങ് എന്റെ കല്യാണത്തിന് കിട്ടുമെന്ന് ഞാൻ ഒരാളുടെയും ഇങ്ങനെ വിളിച്ചിട്ടില്ല. എന്റെ മകൻ സ്വാഗതം ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഞാൻ മകൻ എന്ന് വിശ്വസിക്കുന്നു. അത് തല 2 ദിവസം മുന്നേ തന്നെ ആലോചിച്ച് പുള്ളി എന്ത് പറഞ്ഞിട്ട് ഇവനെ നാറ്റിക്കുന്നു പറഞ്ഞ് പ്രിപ്പയർഡ് ആയിട്ട് വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. നമ്മൾ ചില സാധനങ്ങളെ ഒന്ന് പ്രിപ്പയർ ചെയ്യല്ലോ, അതുപോലെ എന്നെ വന്നിട്ടൊന്ന് അധിക്ഷേപിക്കാൻ വേണ്ടി തന്നെ. ഇതുപോലെ വേറെ എവിടെയെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഞെട്ടിയ എന്തെങ്കിലും ഉണ്ടോ ശ്രീനിയായിട്ട് വന്നിട്ട്? ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പണ്ട് സ്ഥിരമായിട്ടുണ്ടായിരുന്ന ഒരു ശീലം പുള്ളിയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പുള്ളി കൂട്ടുകാരൊക്കെ കൂടെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഇടക്ക് രാത്രി കാലങ്ങളിൽ പുള്ളിയുടെ മദ്യപാന സഭകളിലൊക്കെ ഇടക്ക് എന്നെ വിളിപ്പിക്കും. രാത്രിയൊക്കെ ആകുമ്പോൾ വിളിപ്പിച്ചിരുത്തിയതിനു ശേഷം ആദ്യം ഞാനിത് 2 സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളൂ. ആദ്യം വിനീതിനെ പോലെയല്ല, ഭയങ്കര കൃത്യമായിട്ട് സിനിമയെ പറ്റി ഭയങ്കര ഹ്യൂമർ സെൻസ് ആണ് അവനേക്കാൾ എന്നൊക്കെ പറഞ്ഞ് ആദ്യം 2 വാക്ക് പൊക്കി പറയും. പിന്നെ എൻ്റെ അതേ സ്വഭാവമാണ്. പൊക്കി പറഞ്ഞ ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ പക്ഷെ ഒന്നിനും കൊള്ളാത്തൊരു യൂസ്ലെസ്, ഇവനെപ്പോലൊരു പഠിക്കുകയില്ല, ഒന്നും ചെയ്യുകയില്ല, കുറേ പെണ്ണുങ്ങളോട് ഇങ്ങനെ വെറുതെ നടക്കാൻ വെറും ഇങ്ങനെ എന്നെ അടിച്ച് എന്താ പറയണ്ടേ, എഗെയിൻ പൊളിറ്റിക്കലി ഇൻകറക്റ്റ്. ഇത്രയും ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്ത് പൊക്കി പറഞ്ഞതിൻ്റെ ഇരട്ടി ഇൻസൾട്ട് ചെയ്തിട്ട് ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ് എന്നിട്ട് കിടത്തി വിടും. എന്നാലും വിനീതേട്ടനെ പറയുന്നതിനേക്കാൾ സ്വാതന്ത്ര്യത്തോട് ധ്യാനിനെ പറയുന്ന ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ശ്രീനിധി വിനീതിനോട് എനിക്ക് തോന്നുന്നു വേറൊരു കൈൻഡ് ഓഫ് ഒരു അഫെക്ഷൻ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു പ്രൊഫഷണൽ ബന്ധമാണ് അവർ തമ്മിൽ. അതെ, എന്നോട് പുള്ളിക്കൊരു മമതയും കുറച്ചൊരു എനിക്ക് തോന്നുന്നു. പൊതുവെ വീടുകളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇളയ കുട്ടിയോട് അച്ഛനമ്മമാർക്ക് ഒരു പ്രത്യേക ഒരു സ്നേഹം ഉണ്ടാവുമല്ലോ, ഇളയ മോളോട്. അപ്പൊ ആ ഒരു സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഏട്ടന് കിട്ടാത്തതിനേക്കാളും കുറച്ചുകൂടെ ഒരു വാത്സല്യവും ഒരു സ്നേഹവും കൂടുതലും ഒരു ഇതും എനിക്ക് അച്ഛനും അമ്മയും. അത് ഇൻഫാക്ട് ഏട്ടനും എനിക്കത് ആ ഒരു കൺസേൺ അല്ലെങ്കിൽ ആ ഒരു സാധനം, ഒരു അച്ഛൻ്റെ സ്ഥാനത്താണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഏട്ടനെ ഞാൻ കാണുന്നതും. അപ്പോൾ ആ ഒരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് 3 പേര് കിട്ടിയിട്ടുണ്ട്. അല്ല, നിങ്ങൾ തമ്മിൽ ഇങ്ങനെ കമിഴ്ന്ന് കിടന്ന് റോൾ ചെയ്ത് അടി ഉണ്ടാക്കുക അതൊക്കെ ഉണ്ടായിരുന്നോ പണ്ട്? പുള്ളി അങ്ങനെ ഒരാളല്ലല്ലോ. വിനീത് ശ്രീനിവാസൻ മറ്റേ ബെഡിൽ കമിഴ്ന്ന് കിടന്ന് അടി ഉണ്ടാക്കുന്ന നമുക്ക് ചിന്തിക്കാൻ പറ്റും. പുള്ളി അന്നും ഇന്നും എന്തെങ്കിലും പ്രശ്നം വെരി കാം ആൻഡ് കമ്പോസ്ഡ്. അന്നും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാകും, ഞാൻ എന്തെങ്കിലും ചെയ്താലും മാത്രമേ പുള്ളി അതും റിയാക്ട് ചെയ്യുക എന്ന് പറയുന്നത് അതിന്റെ ഒരു മിനിമൽ റിയാക്ഷൻ ആണ്. അല്ല, എനിക്കൊന്ന് ദേഷ്യപ്പെട്ടേ ഞങ്ങൾ ആരും കണ്ടിട്ടേ ഇല്ല. എന്നോട് മാത്രമേ ഞാൻ ജീവിതത്തിൽ പുള്ളി ദേഷ്യപ്പെട്ട് കണ്ടിട്ടുള്ളത് കുറച്ചാൾക്കാരല്ല, ഒരാൾ മിക്കവാറും ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ആണല്ലേ? കാരണം ഞാൻ പുള്ളിയുടെ എക്സ്ട്രീം ദേഷ്യം അടക്കം ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഭയങ്കര ദേഷ്യം വന്ന് എന്ത് അടിക്കുക? അങ്ങനെ അല്ല, നല്ല വൃത്തികെട്ട ചീത്ത വാക്കുകൾ ഞാൻ 1-2 വേണം പുള്ളിയുടെ വാക്ക് ചിന്തിക്കാൻ പറ്റില്ല നമുക്ക്. പക്ഷെ എനിക്കത് കിട്ടിയപ്പോ എനിക്കൊരു സന്തോഷമായിരുന്നു. എന്റെ ഏട്ടൻ ഇങ്ങനെയൊക്കെ പറയുമല്ലോ, അങ്ങനെയെങ്കിലും ഒരാളൊന്ന് ഓപ്പൺ അപ്പ് ആവുമ്പോഴേ, എന്തിനാ ഇതൊക്കെ നമ്മൾ മനസ്സിനുള്ളിൽ ഇതാക്കി വെക്കണ്ട, ഒന്നും അടക്കി വെക്കേണ്ട കാര്യമില്ല. അപ്പൊ ആ രീതിയിൽ എൻ്റെ ഒരു ഏട്ടൻ്റെ ഒരു തുറന്നു പറച്ചിൽ അല്ലെങ്കിൽ തുറന്ന് ചീത്ത പറയുന്നത് എനിക്ക് അന്ന് ഞാൻ സന്തോഷത്തോടെ കടന്നുറങ്ങിയത്. കാരണം വിനീതാണ് ഈ ഇടയ്ക്ക് പറയുന്നത് ഞാൻ കേട്ടെ, എന്തും ഈ ലോകത്ത് എന്നെ പറ്റി എന്തും പറയാനുള്ള റൈറ്റ്സ് ഞാൻ ഒരേ ഒരാൾക്ക് കൊടുത്തിട്ടുള്ളത്, അത് ധ്യാൻ ശ്രീനിവാസനാണ്. ഞങ്ങൾ അധികം വിളിക്കുന്നുണ്ടാവില്ല, മിണ്ടുന്നുണ്ടാവില്ല, എന്നാലും അറ്റ് ദ എൻഡ് ഓഫ് ദ ടൈം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഇറ്റ്സ് കൈൻഡ് ഓഫ് ബിയോണ്ട് വേർഡ്സ് ആണ്. പക്ഷെ എപ്പോഴെങ്കിലും ചേട്ടൻ ഈ ധ്യാൻ ഇത്രയും കഥകളും ഒക്കെ പറയുമ്പോഴത്തേക്ക് ഒന്ന് പൊടുപ്പും തൊങ്ങലൊക്കെ ഉണ്ടെന്ന് നമുക്കും അറിയാം. എപ്പോഴെങ്കിലും വിനീതേട്ടൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഡേ കൂടുന്നുണ്ട്, നീ ഒന്ന് കൂടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കൂട്ടി കുറച്ചുകൂടെ കഥകൾ പറയുള്ളൂ. എനിക്ക് പുള്ളിയുടെ 100,000 കഥകളുണ്ട് എൻ്റെ കയ്യിൽ. പക്ഷെ അതൊന്നും ഞാൻ പറയാത്ത അല്ലെങ്കിൽ പുള്ളിയുടെ കുറച്ചധികം കഥകളൊക്കെ ഉണ്ട്. പുള്ളിയുടെ ഒരു രസകരമായ ഒരു കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പറയുന്നത്. അപ്പൊ അതിനകത്ത് 1-2 സംഭവങ്ങളൊക്കെ ഉണ്ട് പുള്ളിയുടെ കോളേജ് സമയത്തും സ്കൂൾ സമയത്തൊക്കെയുള്ള എനിക്കറിയാവുന്ന പുള്ളിയുടെ കുറച്ച് കഥകൾ. എന്താ വീക്ക്നെസ്? എന്താ വിനീതേട്ടന്റെ ശരിക്കും? ഒന്നുമില്ല, എനിക്ക് തോന്നുന്നു ഭക്ഷണം ആണ് പ്രധാന. ആ ഭക്ഷണത്തിലെ വീക്ക്നെസ് ഉദ്ദേശിച്ചത് പൊതുവെ മനുഷ്യന്മാര് വീക്കാവുന്നത് 2-3 സംഭവം. അങ്ങനത്തെ യാതൊരു പ്രലോഭനങ്ങളിലോ വീഴുന്ന ഒരാളല്ല ഞാൻ. ഇപ്പോ ഈ നദികൾ സുന്ദരി യമുന പറഞ്ഞു, ഭയങ്കര റിവ്യൂസ് വരുന്നു, നല്ല കളക്ഷൻസ് ഉണ്ട്, തിയേറ്ററിൽ ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതുവരെ ജീവിതത്തിൽ കണ്ടതിൽ സുന്ദരി ആരാണ്?
ഞാൻ ഇപ്പൊ തൊട്ടടുത്ത ഇന്റർവ്യൂലടക്കം പറഞ്ഞു. ഞാൻ നേരിട്ട് കണ്ടതിൽ ഏറ്റവും എനിക്ക് സുന്ദരിയായി തോന്നിയത്, അല്ലെങ്കിൽ ഞാൻ നേരിട്ട് അടുത്ത് കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും ഭംഗിയുള്ളതായിട്ട് തോന്നിയത് അനുഷ്ക ഷെട്ടിനെയാണ്. അനുഷ്ക ഷെട്ടി. ഞാൻ അത്രയും അടുത്തുനിന്ന്, കാരണം അവർ സിനിമയിൽ വന്ന സമയത്ത് ഞാനും ഏട്ടനൊരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ദൂരെ നിന്നിട്ട് എനിക്ക് ആരാന്ന് മനസ്സിലായില്ല. അവർ തിരിച്ച് നടന്നു വരുമ്പോൾ ഞാൻ ക്രോസ് ചെയ്ത് പോകുമ്പോൾ അവരെ കണ്ടു. അപ്പോൾ ചേട്ടൻ, ഞാനിങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് ചേട്ടൻ അപ്പുറത്ത് അനുഷ്ക എന്ന്. അപ്പോൾ അത് ഞാൻ ഇപ്പൊ കഴിഞ്ഞ ഇന്റർവ്യൂ പറഞ്ഞ കാര്യം. അപ്പൊ അതുകൊണ്ട് എന്നാലും ഞാൻ ചോദിക്കാം, സ്ത്രീകളുടെ കാര്യം വിടട്ടെ. വീട്ടിൽ ഇപ്പൊ 2 സ്ത്രീകളാണുള്ളത്, അർപ്പിതയും മകളുമാണ്. ഈ പെണ്ണുങ്ങളുടെ ഇവിടെ ജീവിതം എങ്ങനെയുണ്ട്? അടിപൊളിയാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരല്ലേ നമ്മുടെ ഒരു ബാക്ക് ബോൺ. എന്തൊക്കെ പറഞ്ഞാലും അവരാണ് ന്യൂക്ലിയസ്, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരാളില്ലെങ്കിൽ നമ്മുടെ ലൈഫിന് ഒരു ബാലൻസ് ഉണ്ടാക്കിയെടുക്കുന്നതും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ വീട്ടിൽ കാത്തു നിൽക്കാൻ, അല്ലെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ആണ്. നമ്മളൊരു പരിധി വരെ, പരിധിയല്ല, കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ആണ്. അമ്മയുടെ പുറത്ത് ഇപ്പോഴും വൈഫാണ്. മകളുടെ കാര്യമായിക്കോട്ടെ, വീട്ടിലത്തെ കാര്യങ്ങളായിക്കോട്ടെ, അവൾ ജോലി ചെയ്തിരുന്നതാണ്. ഞാൻ ഒരിക്കലും ജോലി വിടണമെന്ന് ഒന്നും പറഞ്ഞില്ല. അവളായിട്ട് തന്നെ ഞാൻ തൽക്കാലം ജോലി വിടുകയാണെന്ന് പറഞ്ഞു. ഉറക്കുള്ള നല്ല ജോലി ഉണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞു. അവൾ മകളായതിനു ശേഷം പിന്നെ ഇപ്പം ജോലി ചെയ്ത് താല്പര്യം പോയി പുള്ളിക്കാർക്ക്. ഇപ്പം പിന്നെ ചില്ലിങ്ങാ, അതുകൊണ്ട് കുടുംബക്കാരെ കാണുക. അപ്പോൾ ഞാൻ പറഞ്ഞ ജോലി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചധികം അവിടെ നിന്ന് റവന്യൂ കിട്ടുമല്ലോ, നീ അത് കളയണ്ടല്ലോ വെറുതെ എന്തിനാന്നൊക്കെ പറഞ്ഞപ്പോൾ വേണ്ട, ഇനി ഞാൻ ജോലിക്ക് പോകുന്നില്ല. അവള് സ്വയം തീരുമാനിച്ചു. എനിക്ക് നമുക്ക് നല്ലതല്ലേ, അവിടെ നിന്ന് ഒരു കാശ് കിട്ടുന്നല്ലേ, വെറുതെ എന്തിനാ കളയുന്നത്? നല്ല ജോലി. മണി മോട്ടീവ് ആണോ ഇപ്പൊ ശരിക്കും? വേറെ ഇൻവെസ്റ്റ്മെന്റ്സ് എന്താണ്? ഞാൻ എപ്പോഴും വരുന്നത് പെൺകുട്ടികൾ ആ രീതിയിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം എന്നുള്ള ഒരു ചിന്ത. കാരണം എല്ലാത്തിനും ഇപ്പൊ ഞാൻ ചോദിക്കാതെ തന്നെ ഞാൻ എപ്പോഴും മാസം നമുക്ക് ആ എക്സ്പെൻസിനുള്ളതൊക്കെ അവൾ ചോദിക്കാതെ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷെ പണ്ട് അവൾ ജോലി ഉള്ള സമയത്ത് എനിക്ക് ജോലി ഇല്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. അന്ന് അവളാണ് എന്നെ പ്രൊട്ടക്ട് ചെയ്തത്. എനിക്ക് പലപ്പോഴും എന്റെ ചെലവ് നടന്നിരുന്ന മൊത്തം ആദ്യം പ്രപ്പോസൽ, അതായത് കല്യാണം കഴിക്കാൻ തുറന്നു പറഞ്ഞ ആരായിരിക്കും? നമ്മള് രണ്ടുപേരും തീരുമാനിച്ചത്. ആ സമയം ഒരു സമയമായപ്പോഴേക്കും രണ്ടുപേരും. എന്നാൽ ഈ മദ്യപാനം ഒക്കെ ഉണ്ടായിരുന്ന സമയത്തായിരുന്നില്ലേ ഇതെല്ലാം? അർപ്പിതൊക്കെ അറിയായിരുന്നു എല്ലാം, കംപ്ലീറ്റ് പാസ്റ്റ് എല്ലാം. ഇതൊക്കെ ചെയ്യുമായിരുന്നെങ്കിലും ഞാനൊരു നല്ല മനുഷ്യനായിരുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ. അങ്ങനെ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർ വൃത്തികെട്ടവന്മാരാ? അല്ല, ചെയ്യുന്ന ആൾക്കാരിലും നന്മയുണ്ടെന്നേ. നമുക്ക് കള്ളുകൂടി ഇതൊക്കെ നമ്മളെ ഹാബിറ്റ്സും നമ്മളെ സുഹൃത്തുക്കളുടെ ഇടയിൽ ചെയ്യുന്ന കാര്യങ്ങളല്ല. നമ്മുടെ ഒരു ക്ലോസ് സർക്കിൾ ഇല്ലാത്തോണ്ട് ഞാൻ പറയും ഇപ്പൊ കള്ളുകൂടി ഇച്ചിരിയെങ്കിലും നമുക്ക് ചെറുത് സോഷ്യലി ഒക്കെ ആണെങ്കിൽ നമ്മൾ സഹിക്കും. പക്ഷെ വേറെ നമ്മള് അല്ല, എനിക്കിപ്പോ ഫ്ലിങ്സും എനിക്ക് ചെറിയ ചെറിയ കുട്ടി അതൊക്കെ പലതും അവക്കറിയാവുന്ന കാര്യങ്ങളുണ്ട്, ഇഷ്ടങ്ങൾ. പിന്നെ ഞാൻ പലപ്പോഴും ചെറിയ എല്ലാം നമുക്ക് അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ക്രഷൊക്കെ നമുക്ക് പലപ്പോഴും പല ഘട്ടങ്ങളിൽ നമുക്ക് തോന്നും. അതൊന്നും നമ്മൾ ക്യാരി ചെയ്യുന്നില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ. നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുപോയാൽ ടേക്ക് ഹോം അല്ലെങ്കിൽ നമ്മൾ, കാരണം നമുക്കൊരാളുണ്ടല്ലോ, നമുക്കായിട്ടൊരാൾ. അപ്പം പിന്നെ അയാളുള്ളിടത്തോളം പിന്നെ നമ്മൾ അയാളോട് നമ്മൾ സന്തുഷ്ടയാണെങ്കിൽ പിന്നെ എന്തിനാണ് നമുക്ക് വേറൊരാളുടെ ആവശ്യമുണ്ട്? കറക്റ്റ്, യു സെഡ് ദ പോയിന്റ്. അപ്പോൾ ഇനി ഒരു ചെറിയൊരു സെഗ്മെന്റ് ആണ്, വേറൊന്നുമില്ല. 2 സെഗ്മെന്റ് ഉണ്ട്. ഇതിൽ വളരെ സിമ്പിൾ ആണ്. ഞാൻ കുറച്ച് ആക്ടേഴ്സിന്റെ പേര് പറയും. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് ആണ്, വേറൊന്നുമില്ല. ഇവർ സിനിമാ നടന്മാരല്ലായിരുന്നു എങ്കിൽ എന്തെങ്കിലും എനിത്തിങ് വെറൈറ്റി പറയണേ, എനിത്തിങ്. ഓക്കെ, ഇവരല്ലായിരുന്നെങ്കിൽ ഇവരെന്തായിരിക്കും ചെയ്യാൻ സാധ്യതയുള്ളത്? ഇൻ യുവർ ഭാവന. പുതിയ സാധനമാണേ. ഒന്നാമത്തെ പേര് ഷൈൻ ടോം ചാക്കോ. ഷൈൻ ടോം ചാക്കോ എന്താ പറയണ്ടേ, ബാർട്ടൻഡറോ അല്ലെങ്കിൽ അല്ലേ ഒരു ഓളമേനെ അല്ലേ, ബാറില് DJ ബാർട്ടൻഡർ നല്ലല്ലേ. അങ്ങനെ അതാകുമ്പോ അവിടെ നിന്ന് എടുത്തു കൊടുക്കുകയും ചെയ്യാം, പുള്ളി സൈഡിൽ നിന്ന് അടിക്കുകയും ചെയ്യും, പരിപാടി നടക്കും. ഹാപ്പി ആയിരിക്കും. അടുത്തത് ഹണി റോസ്. എനിക്ക് അറിയില്ല പുള്ളിക്കാരി ആക്ച്വലി. ഹണി റോസ് അവര് അല്ല അങ്ങനെയല്ല, അങ്ങനെ അറിയില്ല പുള്ളി പേഴ്സണലായിട്ട്. ഷൈൻ എനിക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്ക് അതിനകത്ത് ഇത് പറയാം. എനിക്ക് തീരെ അറിയാത്ത ഹണി റോസ് എന്നൊക്കെ കേൾക്കുമ്പോ ഇപ്പൊ മനസ്സിൽ വരുന്ന ഒരു കാര്യം, ഹണി റോസ് എന്ന് കേൾക്കുമ്പോൾ മനസ്സിലായി വളരെ സുന്ദരിയായിട്ടുള്ള നടി. ഹണി റോസ് ഇതെല്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു സ്കൂൾ ടീച്ചറൊക്കെ ആയിരുന്നെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരു രസമായിരുന്നു അല്ലേ, ക്ലാസ്സിലൊക്കെ കൊച്ചുകുട്ടികൾ. അല്ല, ഞാൻ പറഞ്ഞ ഒരു ഹൈസ്കൂൾ ടീച്ചറൊക്കെ ആയിരുന്നെങ്കിൽ കുട്ടികൾക്ക് ഒരു, നമുക്ക് എപ്പോഴും ക്രഷ് പോകുന്ന ടീച്ചർമാരുണ്ടാവില്ല. അതാകുമ്പോ നമ്മൾ എല്ലാ ദിവസവും സ്കൂളിൽ പോകും. ഹണി റോസ് ടീച്ചറാണെങ്കിൽ ഒറ്റ ദിവസം പോലും നമ്മൾ മിസ് ചെയ്യില്ല ക്ലാസ്. അങ്ങനെ ഞാൻ പോയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. എനിക്കൊരു നമ്മളെ എപ്പോഴും ടീച്ചർമാർ, നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്രഷ് പലപ്പോഴും ടീച്ചർമാരായിരിക്കും പലപ്പോഴും. കാരണം ടീച്ചർമാർ സാരിയൊക്കെ കൊടുത്ത് തരുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾ ആ പ്രായത്തിലൊക്കെ കോളേജിൽ പഠിക്കുമ്പോഴും എൻ്റെ ഒരു ക്രഷ് ഉണ്ടായിരുന്നു, ടീച്ചറായിരുന്നു. എന്നുവെച്ചാൽ വലിയ പ്രായ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ പലപ്പോഴും അപ്പോൾ എനിക്കൊന്ന് ഹണി ടീച്ചർ ആകുകയാണെങ്കിൽ ഒരു ദിവസം പോലും പിള്ളേർ ആബ്സെന്റ് ഇല്ലാതെ എല്ലാ ദിവസവും ക്ലാസ്സിൽ പോയിരിക്കും. അതിനൊരു കയ്യടി. മോഡൽ, ഈ ഹെയർ ഹോസ്റ്റസ് അങ്ങനെയൊക്കെ പറയുന്നേ, സ്കൂൾ ടീച്ചർ. സുന്ദരിയായ ടീച്ചറല്ലേ, അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും ക്ലാസ് മുടങ്ങില്ല. ആണ്.
കോളേജ് ആണെങ്കിലും ഓക്കെയാ. അതെ, സെറ്റ്. അതെ. അടുത്ത അജു വർഗീസ്. അജു വർഗീസ് വല്ല എന്താ പറയണ്ടേ, ജയിലിലോ അല്ലെങ്കിൽ വല്ല അങ്ങനെ വല്ല മിക്കവാറും കൺവിക്റ്റും അല്ലായിരിക്കും, ജയിലിലായിരിക്കും. പ്രതിയായിട്ട് ജയിലിൽ എന്ത് കാര്യത്തിനായിരിക്കും പ്രതിയാവാൻ? വല്ല പെറ്റി കേസ് വല്ല ആയിരിക്കും, മോഷണം, മാലപിടി, അങ്ങനത്തെ കേസായിരിക്കും. അതിന്റെ കൂടെ വേറെ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ അതും ഏറ്റെടുത്തിട്ട് പുള്ളി വേണം ജീവപര്യന്തം എന്നൊക്കെ പിടിച്ചിട്ട് അവിടെ വള്ളിയും പിടിച്ചിട്ട് അവിടെ ഇരിപ്പുണ്ടാവും. ഈ പണിയൊക്കെ മേടിക്കുന്ന ഒരാളെ. കാരണം ഒരു കാലത്ത് എനിക്കറിയാവുന്ന ഒരാള് ഒരു പബ്ലിക് ന്യൂസൻസ് ആയിരുന്നു, എൻ്റെ ഒരു വേറൊരു വേർഷൻ ആയിരുന്നു ഒരു കാലത്ത്. അപ്പൊ മിക്കവാറും ജോലിയൊന്നും ഉണ്ടാവില്ല, ജയിലിലാവുമ്പോൾ പ്രത്യേകിച്ച് എല്ലാ ജോലിയും ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ അങ്ങനെ അങ്ങ് പോവും. പിന്നെ നയൻതാര വർക്ക് ചെയ്ത ആളാണ്, സംവിധാനം ചെയ്ത ആളാണ്. എനിക്ക് തോന്നുന്നു പൊളിറ്റീഷ്യൻ ആയ വെരി ഷാർപ്പ്, വെരി എന്താ പറയണ്ട, പ്രിസൈസ്, കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാവുന്ന, അല്ലെങ്കിൽ അവരെ കൃത്യമായിട്ട് അവർക്ക് മാർക്കറ്റ് ചെയ്യുന്ന അറിയാം, അവർ എന്ത് ചെയ്യുന്നു സംസാരിക്കുന്നു കൃത്യമായിട്ടൊരു ധാരണയുള്ളതാണ്. ഇനി ഒരാളും കൂടെ ഉള്ളൂ, ഫഹദ് ഫാസിൽ. ഫഹദിക്ക എനിക്ക് തോന്നുന്നു ഒരു മറ്റേ നമ്മൾ ഇതിൽ കണ്ട പോലെ ഒരു ഭയങ്കര കാർ എന്തൂസിയാസ്റ്റും ഇതൊക്കെ. എനിക്ക് തോന്നുന്നു ഒരു ഫോർമുല 1 വല്ല റേസറോ വല്ല മറ്റേ ബാംഗ്ലൂർ ഡേയ്സിലൊക്കെ കണ്ട പോലെ. പുള്ളിയുടെ കാറിനോടുള്ള ഭ്രമമൊക്കെ എന്നോട് പുള്ളി പേഴ്സണലായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നൊരു കാർ റേസറോ അല്ലെങ്കിൽ ആ ലെവലിലോട്ട് ഒരു ഓട്ടോ എന്തൂസിയാസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഓട്ടോമൊബൈൽ ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും പരിപാടിയിലായിരിക്കും. അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇത്രയും പേരുടെ ഞെട്ടിപ്പോയിട്ട് ഒരാളെയും കൂടെ ചോദിക്കാൻ പറ്റുന്നുണ്ട്. കോമൺ ക്വസ്റ്റ്യൻ, പൃഥ്വിരാജ്. രാജുവേട്ടൻ എനിക്ക് തോന്നുന്നു ഈ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ രാജ്യത്ത് തന്നെ ജനിക്കേണ്ട ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വിദേശത്തോ അല്ല, അല്ലെങ്കിൽ ഇപ്പോൾ കാരണം അത്ര ആ ലെവലിൽ പുള്ളിക്ക്, കാരണം അത്ര നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. ഓക്കെ, ഭയങ്കര ജെന്റിൽമാൻ, ലൈക്ക് വെരി ഗുഡ് ലുക്കിംഗ്. ഈ പറഞ്ഞ ഒരുവിധം എല്ലാത്തിൻ്റെയും ഒരു എപ്പിട്ടമിയാ, ഒരു പാക്കേജാ പുള്ളി, ഓൾ ഇൻ ഓൾ. അപ്പൊ പുള്ളിക്ക് എനിക്ക് തോന്നുന്നു ആ മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള, അതുകൊണ്ടാണ് പുള്ളി ഇപ്പോഴും മൾട്ടി ഫെസറ്റഡ് ആണല്ലോ പുള്ളി. അപ്പൊ എനിക്ക് തോന്നുന്നു പുള്ളി എന്തും ചെയ്യും. വേറൊരു രാജ്യത്താവണം, ഏത് രാജ്യമായിരിക്കും ബെറ്റർ ഫോർ പൃഥ്വിരാജ്? കേരളം അല്ല ഇന്ത്യ, അല്ലെങ്കിൽ കേരളം അല്ല ഇന്ത്യ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു പുള്ളി എവിടെ പോയാലും പുള്ളിക്കൊരു പരിപാടി ഉണ്ടാക്കിയെടുക്കും. കേരളത്തിലായിരുന്നില്ല ബെറ്റർ, അവിടെ ആയിരുന്നെങ്കിൽ എനിക്കൊന്നൊരു ഹോളിവുഡ് പരിപാടിയിലൊക്കെ പിന്നെ ലെവലിലോട്ട് പുള്ളി എത്തും. ചിലപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ തന്നെ സലാറിലൊക്കെ വില്ലനായിട്ട് പ്രഭാസിന്റെ കൂടെ വരാനിരിക്കുകയാണ്. അപ്പൊ ഈ ഇത്രയും സെക്ഷനേ ഉള്ളൂ ഞങ്ങളുടെ. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അയ്യോ, ഞാൻ സീരിയസ്ലി ഞാൻ പറയാട്ടോ, എനിക്ക് ഭയങ്കര പൊളിറ്റിക്കലി റോങ് ആണ് മകനെന്ന് വിശ്വസിക്കുന്ന. അപ്പൊ അവിടെ പോലും നമ്മളിപ്പോ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ കാലത്താണ് നിൽക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വളരെ പൊളിറ്റിക്കലി റോങ് ആണ്. അതിന് എനിക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാവുന്നതേ ഉള്ളൂ.